السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ വളരെ സുപ്രധാനമായ വിഷയമാണ് ഇന്നത്തെ ജുമുഅ ഖുത്ബയിൽ പരാമർശിച്ചിരിക്കുന്നത്. ഏറ്റവും വില നൽകേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളും. എല്ലാ സമയങ്ങളും ഉപകാരപ്രദമായ രൂപത്തിലല്ലാതെ നാം വിനിയോഗിക്കാൻ പാടില്ല. ഐഹികമായ കാര്യമായാലും പരലോക സംബന്ധമായ കാര്യമായാലും ഉപകാരമുള്ള, നമുക്ക് നന്മ ലഭിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ നമ്മുടെ സമയം ഒരിക്കലും ചിലവഴിക്കാൻ പാടില്ല. വെറുതെ അനാവശ്യമായി നമ്മുടെ ഓരോ സെക്കൻഡുകളും വിനിയോഗിച്ച് പരലോകത്ത് നഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്ന ഒരു ദയനീയമായ അവസ്ഥ മുഅ്മിനീങ്ങളായ നമുക്ക് ഒരിക്കലും വന്നു ചേരാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, അനശ്വരമായ പരലോകത്തിന് വേണ്ടി, നാളത്തേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് എന്ന് ഓരോരുത്തരും സ്വയം വിലയിരുത്തണം. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുക തന്നെ വേണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ വിശദമായി അല്ലാഹു അറിയുന്നവനാണ്. ഓരോ ദിവസങ്ങൾ, ഓരോ വർഷങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോഴും അത് പിന്നീട് ഒരിക്കലും തിരിച്ചു വരികയില്ല. ഇന്നുള്ള ദിവസം അത് നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇനി ഈ ദിവസം ഒരിക്കലും നമ്മളിലേക്ക് വരികയില്ല. ഓരോ ദിവസം പ്രഭാതമാകുമ്പോൾ, ഓരോ ദിവസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, വലൈസ യൗമുൻ യഅതി മിൻ അയ്യാമിദ് ദുനിയ ഇല്ലാ യഖൂൽ ഇന്നി യൗമുൻ ജദീദ്, ഓരോ ദിവസം നമ്മളിലേക്ക് വരുമ്പോഴും ആ ദിവസങ്ങൾ പറയുകയാണ്, ഞാൻ പുതിയ ദിവസമാണ്, ഇന്നലെയുള്ള ദിവസമല്ല. ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ അത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞുപോയ അതേ ശനിയാഴ്ചയല്ല വരുന്നത്, ഇത് പുതിയ ദിവസമാണ്. വഅലാ മാ യുഅ്മലു ഫിയ ഷഹീദ്, ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെയും സാക്ഷിയാക്കപ്പെടുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ ഒരു വിചാരണ നടത്തപ്പെടുന്നതാണ്. വഇന്നി ഇദാ ഗറബത്തി ശംസു ലം അർജിഅ ഇലാ യൗമിൽ ഖിയാമ, ഞാൻ ഇന്ന് വിട പറഞ്ഞു പോയാൽ, ഞാൻ ഇന്ന് കഴിഞ്ഞു പോയാൽ, ഈ ദിവസം, ഈ ഒരു ദിവസം ഞാൻ പോവുകയാണെങ്കിൽ, ദിവസം പറയുകയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല. ഖിയാമത്ത് നാൾ വരെ ഈ ദിവസം തിരിച്ചു വരികയില്ല എന്ന് ഓരോ ദിവസവും നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ സമയങ്ങൾ, സെക്കൻഡുകൾ, മണിക്കൂറുകൾ എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടല്ലാതെ ചെലവഴിക്കാൻ പാടില്ല. ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായി നമ്മുടെ സമയങ്ങൾ ചെലവഴിച്ചുകൊണ്ട് വളരെ വളരെ വിഷമകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. മുഅ്മിനീങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. ഇന്ന് അനാവശ്യമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട്
ആളുകളെ വഴിതെറ്റിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ മുഅ്മിനീങ്ങളാരും ആ കെണിവലയിൽ കുടുങ്ങിപ്പോകാൻ പാടില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും രാത്രി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എൻ്റെ ഈ ദിവസം ഞാൻ എന്തിനു വേണ്ടിയൊക്കെ വിനിയോഗിച്ചു? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കേണ്ടുന്ന സമയങ്ങൾ അത് അനാവശ്യമായി കളഞ്ഞ് പരലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളിൽ പെട്ടുപോയാൽ എന്തൊരു വേദനയാണ്, എന്തൊരു ഖേദകരമായ കാര്യമാണ്. നല്ല കാര്യങ്ങൾ ഒന്നുകിൽ നമുക്ക് ദുനിയാവിൽ അതുകൊണ്ട് ഉപകാരം കിട്ടണം, അല്ലെങ്കിൽ പരലോകത്ത് ഉപകാരം കിട്ടണം. ഒരു കാര്യവുമില്ലാത്ത ലഘ്വ്, അനാവശ്യം, ആ അനാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ ചെലവഴിക്കുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസിക്ക് ഒരിക്കലും വന്ന് കൂടാൻ പറ്റാത്ത കാര്യമാണ്. വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമയം, നമ്മുടെ ജീവിതം, നമ്മുടെ ഓരോ ഘട്ടങ്ങളും അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 5 വഖ്ത് നിസ്കാരം. 5 വഖ്ത് നിസ്കാരം, ആ നിസ്കാരം നിർവഹിക്കാതെ, അതിന് പരിഗണന കൊടുക്കാതെ ജീവിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഒഴിഞ്ഞ സമയം എന്തൊക്കെയോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ട് ഒരു ഉപകാരവുമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകളെ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബല ഖംസിൻ. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ മുതലെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 5 കാര്യങ്ങളെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫറാഗക ഖബല ശുഗ്ലിക. നിങ്ങൾക്ക് തിരക്ക് വരുന്ന ഒരു സമയം, അതിനു മുമ്പായി നിങ്ങൾക്ക് ഒഴിഞ്ഞ സമയം കിട്ടുമ്പോൾ ആ ഒഴിഞ്ഞ സമയം നിങ്ങൾ എന്താക്കണം? മുതലെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒഴിഞ്ഞ സമയങ്ങളിൽ അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട്, പരലോകത്തെ ചിന്തിച്ചുകൊണ്ട്, പരലോകത്ത് വിജയിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ. 5 വഖ്ത് നിസ്കാരത്തിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ നിസ്കാരം ഒഴിവാക്കി ജീവിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. വളരെ ദയനീയമായ അവസ്ഥയാണ്. നിസ്കാരം ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. 24 മണിക്കൂറിനിടയിൽ ഒരു 5 നേരം അള്ളാഹുവിന് വേണ്ടി തലകുനിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ചില ആളുകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു പരിഗണനയും കൊടുക്കാതെ എങ്ങനെങ്കിലായിട്ടൊന്ന് ഒപ്പിച്ചു കൊണ്ടുപോവുക. അങ്ങനല്ല, അതിനൊക്കെ ആ കൃത്യസമയത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് കറക്റ്റായിട്ട് ഒരു ന്യൂനതയും വരുത്താത്ത രൂപത്തിൽ, അതിന് വളരെ ഗൗണ്യതയോടുകൂടി കാണുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ നാം തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അതാണല്ലോ, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിസ്കാരം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് നിർബന്ധ ബാധ്യതയാണ്. അതൊരു സമയം നിശ്ചയിക്കപ്പെട്ട് ഇന്ന സമയത്ത് നിസ്കരിക്കണം എന്ന് അതിന് ഒരു കണക്കുണ്ട്. ആ സമയത്ത് തന്നെ അത് നിർവഹിക്കണം. നമ്മുടെ സമയം നിസ്കാരത്തിന് വേണ്ടി വിനിയോഗിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഇടപാടുകളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്. നമ്മുടെ സമയങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ഒരുപാട് പ്രധാനപ്പെട്ട ബാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് വളരെ തിരക്കിനിടയിൽ നമ്മുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കളെ പരിഗണിക്കാത്ത ആളുകൾ പലരും ഉണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. നിങ്ങൾ മാതാപിതാക്കളോട് നല്ല നിലക്ക് ദുനിയാവിൽ പെരുമാറണം. നല്ല നിലക്ക് പെരുമാറണം. അവരോട് നല്ല സംസാരങ്ങൾ സംസാരിക്കണം. അവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണം. അതിന് നിങ്ങൾ സമയം വിനിയോഗിക്കണം. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്, മാതാപിതാക്കളോട് സഹവസിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ്. മറ്റൊരു വിഷയമാണ് അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരോടും സന്താനങ്ങളോടും അവരോടൊക്കെ സമയങ്ങൾ ചെലവഴിക്കാൻ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അതിനൊക്കെ നമ്മൾ തയ്യാറാവണം. നമുക്ക് ഒരുപാട് തിരക്കുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ പരിഗണിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലിഹി. കുടുംബക്കാരോട്, തന്റെ മക്കളോടും ഭാര്യമാരോടും മറ്റുമൊക്കെ
നല്ല നിലക്ക് പെരുമാറുന്നവർ അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സമയങ്ങൾ മാതാപിതാക്കളെ പരിപാലിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളോട് നല്ല നിലക്ക് പെരുമാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ആലിമീങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാരെ പോലെയുള്ള അറിവുള്ള ആളുകൾ, ആ ആളുകളുമായിട്ട് സഹവസിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പുരോഗതിയും ലഭിക്കും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കേണ്ടത്. നമ്മുടെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെ നമ്മൾ ഒക്കെ ജോലി ചെയ്യുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്. ഈ അധ്വാനമൊക്കെ നിയത്ത് നന്നാക്കി കഴിഞ്ഞാൽ അതൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇബാദത്താണ്. വെറും നിസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് വെറുതെ പള്ളിയിൽ പോയിട്ട് വെറും ഖുർആൻ ഓതുക, നിസ്കരിക്കുക, അത് മാത്രമൊന്നല്ല ഇബാദത്ത്. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഭാര്യമാർക്ക് വേണ്ടിയും ഒക്കെ ജോലി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെയും ഇബാദത്ത് തന്നെയാണ്. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ അത് കൃത്യനിഷ്ഠതയോടുകൂടി നമുക്ക് ഏൽപ്പിച്ച കാര്യങ്ങൾ അതിനെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തു തീർക്കാൻ, നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അതൊക്കെ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ കൂടി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വല്ലദീനഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. ഓരോ കാര്യങ്ങൾ നമ്മളെ കൃത്യമായി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമാനത്താണ്. അതിന് നമുക്ക് ചിലപ്പോൾ ശമ്പളവും മറ്റുമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാകും. നമ്മുടെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണം. അത് സമയനിഷ്ഠയോടുകൂടി നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഓരോ സെക്കൻഡുകളും സമയങ്ങളും അതിന് വിലമതിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു കാര്യമാണ്. അതിനെ വെറുതെ അനാവശ്യമായി ചെലവഴിക്കാൻ ഒരിക്കലും തയ്യാറാവരുത്. ഓരോ ദിവസവും നമ്മൾ വിലയിരുത്തണം. ഇന്ന് എനിക്ക് എൻ്റെ ഈ സമയങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു? എൻ്റെ സമയം അനാവശ്യമായിട്ട് പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നിലക്ക് എനിക്ക് ഉപകാരപ്രദമായിട്ടല്ലാതെ എൻ്റെ സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഏത് കാര്യമായാലും എന്ത് കാര്യമായാലും അത് നമുക്ക് ഉപകാരമുള്ള കാര്യമാണോ? നമ്മുടെ ശരീരത്തിന്, ആരോഗ്യത്തിന് ഉപകാരമുള്ള കാര്യമാണോ? ഈ ദുനിയാവിൽ ഉപകാരമുള്ള കാര്യമാണോ? പരലോകത്ത് ഉപകാരമുള്ള കാര്യമാണോ? അങ്ങനെയുള്ള കാര്യമല്ലാതെ വെറുതെ സമയം ചെലവഴിക്കുന്ന ഒരവസ്ഥ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഉണ്ടാവാൻ പാടില്ല. എന്ത് തന്നെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അനാവശ്യമായ കാര്യങ്ങൾക്ക് വലിയ വലിയ സപ്പോർട്ടുകളും മറ്റൊക്കെ ഉണ്ടായാലും നമ്മൾ അത്തരം ചതിക്കുഴികളിൽ വീണു പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് ജീവിക്കുന്ന, നമ്മുടെ സമയങ്ങളൊക്കെ ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി പരലോകത്ത് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകളും ദോഷങ്ങളും ഒക്കെ അള്ളാഹു പുറത്തു നിന്ന് പരലോകത്ത് വിജയിച്ച സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.